ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റോഷ്ന. അപ്പോൾ ഇന്നത്തെ ഇതൊരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്തതാണ്, ഇംഗ്ലീഷ് വേർഷൻ ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ മലയാളത്തിലോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇംഗ്ലീഷ് വേണമെന്നുള്ളവർക്ക് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടതുപോലെ കോഫി പൗഡർ ഇല്ലാതെ എങ്ങനെ കോഫി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി സ്റ്റൗവിൽ വെച്ചു. പിന്നെ ഒരു പീസ് ശർക്കര, നമ്മുടെ ജാഗ്രിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 1/2 പീസ് മതി ജാഗ്രി. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഞാൻ നമ്മുടെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൗഡറും പിന്നെ ഉലുവയുടെ പൗഡറുമാണ് ഇടുന്നത്. അപ്പം നമ്മുടെ ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. നമ്മുടെ സ്പൈസസിൻ്റെ പൗഡറാണ്. അതായത് നമ്മൾ സിനമൻ, ക്ലോവ്സ്, കാർഡമം ഇത് 3 റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പം അത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. അപ്പം അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒരു 30 സെക്കൻഡും കൂടെ ഒന്ന് ബോയിൽ ആയതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ പൗഡറാണ് ഇട്ടത്, അതായത് നമ്മൾ ക്യുമിൻ സീഡ്സിൻ്റെയും ഫെനുഗ്രീക് സീഡ്സിൻ്റെയും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ 2 പൗഡറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോന്നും 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇത് രണ്ടും മിക്സ് ചെയ്ത് ഞങ്ങൾ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചതുകൊണ്ടാണ് 1 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കോഫി പൗഡർ ഇല്ലാത്ത കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി കോഫിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെ എങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. നമ്മൾ എന്തും കഴിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതാണല്ലോ നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ബെനിഫിറ്റ്സ് സൈഡിൽ എഴുതിയേക്കാം. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കേട്ടപ്പോഴും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്രമാത്രം ഹെൽത്തിയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയൊരു വ്ളോഗിൽ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.